എറണാകുളം യുഡിഎഫിനെ സംബന്ധിച്ച് അവരുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. എറണാകുളം കോർപ്പറേഷനിൽ ഇത്തവണ എന്തായാലും തീവാർന്ന മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. 4 പഞ്ചായത്ത് ഭരിക്കുന്ന 2020യുടെ സാന്നിധ്യവും വളരെ നിർണായകമാണ്. പരിശോധിക്കാം ജില്ലയുടെ നിലവിലെ സാഹചര്യം. പരമ്പരാഗതമായി തന്നെ യുഡിഎഫിന് മേൽക്കൈയുള്ള ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ മേൽക്കൈ തുടർന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് എറണാകുളം. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് യുഡിഎഫ് ഭരിക്കുന്നത്. 27ൽ 16 സീറ്റും യുഡിഎഫിനാണ്. 9 സീറ്റുകൾ മാത്രമാണ് എൽഡിഎഫിനുള്ളത്. 2 സീറ്റ് 2020ക്കാണ്. എറണാകുളം കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽഡിഎഫ് ആണ്. 74 ഡിവിഷനുകളിൽ 38ഉം എൽഡിഎഫ് ആണ് വിജയിച്ചത്. 31 സീറ്റുകളിലാണ് യുഡിഎഫ് വിജയിച്ചത്. 5 സീറ്റുകളാണ് ഇവിടെ ബിജെപിക്കുള്ളത്. ജില്ലയിലെ 13 നഗരസഭകളിൽ 9 ഭരിക്കുന്നത് യുഡിഎഫ് ആണ്. 4 നഗരസഭകളാണ് എൽഡിഎഫ് ഭരിക്കുന്നത്. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 എണ്ണം ഭരണം നടത്തുന്നത് യുഡിഎഫ് ആണ്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് എൽഡിഎഫ് ഭരിക്കുന്നത്. 1 ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 ആണ്. എറണാകുളം ജില്ലയിലെ 82 ഗ്രാമപഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും യുഡിഎഫ് ആണ് ഭരിക്കുന്നത്. 48 ഗ്രാമപഞ്ചായത്തുകൾ, 30 ഗ്രാമപഞ്ചായത്തുകളാണ് എൽഡിഎഫ് ഭരിക്കുന്നത്. 4 ഗ്രാമപഞ്ചായത്തുകൾ 2020 ആണ് ഭരിക്കുന്നത്. എം കെ ഷുക്കൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമൊക്കെയായി. ഷുക്കൂർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിഗണിക്കുമ്പോൾ ഏത് മുന്നണിക്കാണ് ഇപ്പോൾ നിലവിലത്തെ മുൻതൂക്കം? മറ്റൊന്ന്, എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? 2020 എന്ന ഘടകം എത്രത്തോളം നിർണായകമാണ് ജില്ലയെ സംബന്ധിച്ച്? ധന്യ, ഏത് തരത്തിൽ കണക്കുകൾ പരിശോധിച്ചാലും എറണാകുളം ജില്ല അത് യുഡിഎഫിന്റെ വലിയ മേൽക്കോയ്മയുള്ള ഒരു ജില്ല തന്നെയാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 14ൽ 10 നിയമസഭാ സീറ്റും യുഡിഎഫ് ആണ് നേടിയത്. തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളും യുഡിഎഫ് ആണ് നേടിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ അല്പം മുമ്പ് നമ്മൾ വിശദീകരിച്ചു. അതിനകത്തും യുഡിഎഫിന് വ്യക്തമായ ആധിപത്യമുണ്ട്. നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക വികസന പ്രശ്നങ്ങളും പ്രാദേശിക രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ആയിരിക്കും അതിനകത്ത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക. ആ അർത്ഥത്തിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒരു സംഭവം എന്നുള്ളത് എറണാകുളം നഗരത്തിലേതുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയാണ്. അത് 2020 മുതലാണ് ആ തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 15 ദിവസത്തോളം ബ്രഹ്മപുരം പ്ലാന്റ് നിന്ന് കത്തി. അത് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 17 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ നഗരത്തിൽ ഉൾപ്പെടെ ആളുകൾക്ക് അത് വലിയ പ്രയാസമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കി, ചുമയുണ്ടാക്കി, ശ്വാസതടസ്സമുണ്ടാക്കി. അതെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ വിവാദവും ചർച്ചയും അഴിമതി ആരോപണങ്ങളും എല്ലാം ഉയർന്നതാണ്. അതിപ്പോൾ ഏറെക്കുറെ കെട്ടടങ്ങി എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ആ പ്ലാന്റ് പിന്നീട് ഒരു CBG പ്ലാന്റിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണ്. ഈ ജനുവരിയോടുകൂടി അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് അല്പം മുമ്പ് മേയർ M. അനിൽകുമാർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. എന്തായാലും ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. അത്തരമൊരു പ്രശ്നം എന്തായാലും എറണാകുളം കോർപ്പറേഷനിൽ വലിയ ചർച്ചയാകും എന്ന ഉറപ്പാണ്. ഒപ്പം തന്നെ എറണാകുളം കോർപ്പറേഷൻ നേരത്തെ UDF ഭരിച്ച ഒരു കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണ 5 സ്വതന്ത്രരെ കൂടി പിന്തുണയോടുകൂടിയാണ് LDF ഭരിച്ചത്. ആ ഒരു ഭരണത്തിനെതിരെ വലിയ വിമർശനമൊന്നും UDFന് കാര്യമായി ഉന്നയിക്കാൻ കഴിഞ്ഞു എന്ന് പറയാനാവില്ല. കാരണം താരതമ്യേന ഒരു കെട്ടുറപ്പുള്ള ഭരണം തന്നെ LDF കാഴ്ചവെച്ചു. പക്ഷേ എങ്കിൽ പോലും UDFന് വലിയ ശക്തിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ കോർപ്പറേഷനിൽ ഇത്തവണ നടക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂത്താട്ടുകുളം നഗരസഭയിൽ നടന്ന കാലുമാറ്റമാണ്. കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന്റെ ഒരു കൗൺസിലർ UDFൽ ചേരുകയും അവരിപ്പോൾ UDFന്റെ നഗരസഭ ചെയർപേഴ്സൺ ആവുകയും ചെയ്തു. അവിടെ വലിയ സംഘർഷങ്ങളും മറ്റും നടന്നതാണ്. ആ അർത്ഥത്തിൽ അവിടെയും വലിയ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും. ഒപ്പം തൃക്കാക്കര നഗരസഭയിൽ വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നാണ്. അവിടുത്തെ UDF ഭരണസമിതിയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നിർണായകമാവുന്ന ജില്ലയാണ് എറണാകുളം.